മെർച്ചന്റ് നേവിയിൽ ജോലി തേടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്കറിയാമോ, ലോകത്ത് കപ്പലിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം വെറും 2% താഴെയാണ്. എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളധികം ഈ ജോലി തിരഞ്ഞെടുക്കാതിരിക്കാൻ കാരണം? കാരണങ്ങൾ പലതാണ്. പല പെൺകുട്ടികൾക്കും മെർച്ചന്റ് നേവി ജോലിയെക്കുറിച്ചും ഈ മേഖലയിൽ അവർക്കുള്ള ജോലി സാധ്യതയെക്കുറിച്ചും വലിയ അവയർനെസ് ഒന്നുമില്ല. മാത്രമല്ല, കാലാകാലങ്ങളായിട്ട് ഇത് പുരുഷന്മാരുടെ മാത്രം ജോലിയാണ് എന്നുള്ള ഒരു ധാരണയും നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലുമൊന്നും കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ജോലിയെപ്പറ്റി പെൺകുട്ടികൾക്ക് പരിചയപ്പെടുത്താറില്ല. പേരൻസോ ബന്ധുക്കളോ ഒന്നും അവരെ ഈ ജോലിയിലോട്ട് പൊതുവെ കടന്നു വരാൻ അനുവദിക്കാറുമില്ല. ഒരു മെയിൽ ഓറിയൻറ്റഡ് ഇൻഡസ്ട്രിയിൽ പുരുഷന്മാരുടെ കൂടെ എങ്ങനെ ജോലി ചെയ്യും എന്നുള്ള ആശങ്കകളാണ് ഇതിനു പിന്നിൽ. പക്ഷേ ഈ ജോലി ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ജെൻഡർ അല്ല, നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾക്കും കുറച്ച് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ മെൻ്റലി കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്കും മെർച്ചന്റ് നേവിയിൽ ഒരു ഓഫീസറായിട്ട് കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. കൂടുതൽ പെൺകുട്ടികളെ ഈ മേഖലയിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പല മാറ്റങ്ങളും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നുണ്ട്. കപ്പലുകളിൽ സുരക്ഷിതവും സമാധാനപരവുമായ വർക്ക് എൻവയോൺമെൻറ്റ് ഇപ്പോൾ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ട്രെയിനിങ്, മെൻറ്റർഷിപ്പ്, ഇതിനെല്ലാം ഇപ്പോൾ പല ഷിപ്പിംഗ് കമ്പനീസും മുൻതൂക്കം നൽകുന്നുമുണ്ട്. കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യയിൽ വുമൺ സീഫെയർമാരുടെ എണ്ണം 500% വർദ്ധിച്ചിട്ടുണ്ട്. മേഴ്സ്ക് ലൈൻ, സിനർജി പോലുള്ള കമ്പനികളും ഇപ്പോൾ വുമൺ സീഫെയറേഴ്സിനെ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിൽ, അതായത് 2024 മേഴ്സ്ക് ലൈൻ എന്ന കമ്പനി സെലക്ട് ചെയ്തിട്ടുള്ള 45% മാരിടൈം കേഡറ്റ്സും വുമൺ സീഫെയറേഴ്സാണ്. മാത്രമല്ല, വുമൺ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ മേഖലയിൽ ഇപ്പോൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ ജോലി സാധ്യത പെൺകുട്ടികൾക്കാണ്. നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ലോകം ചുറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ, ഉയർന്ന ശമ്പളവും ഫിനാൻഷ്യൽ ഫ്രീഡവും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നാട്ടുകാരെന്ത് പറയും എന്ന സ്ഥിരം സോഷ്യൽ ബാരിയർ പൊട്ടിച്ചെറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കം ആൻഡ് ജോയിൻ മെർച്ചന്റ് നേവി. ഈ ഒരു തലമുറയിലെങ്കിലും ഇത് പെൺകുട്ടികൾക്ക് ചേർന്ന ജോലിയല്ല എന്നുള്ള സ്ഥിരം ചിന്താഗതിയിൽ മാറ്റമുണ്ടാവട്ടെ. കപ്പലിൽ ജോലി ചെയ്യാനായിട്ട് എന്താണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി വേണ്ടത്, എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ കപ്പലിൽ ജോലി ചെയ്യുന്ന വുമൺ സീഫെയറേഴ്സിനും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ സീഫെയറേഴ്സിനും എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.